ഇവിടെ കാനഡയിൽ എത്ര സിമ്പിളായിട്ടാണ് ഇവർ സ്നോ വന്ന് റോഡ് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ആദ്യം JCB വരും. നമ്മുടെ നാട്ടിലെ JCB. അപ്പം അത് വന്നിട്ട് എത്ര ഫാസ്റ്റായിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നതെന്നറിയാം. വളരെ സ്പീഡായിട്ട് തന്നെ റോഡിൻ്റെ സേഫ്റ്റി മാനിച്ചിട്ട് അവർ ഈ സ്നോസൊക്കെ വലിയ ട്രക്കിന് വേണ്ടിയിട്ട് അവർ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കും. ഇപ്പോൾ ഒരു വലിയ ട്രക്ക് ഇതായി പുറകിൽ വരുന്ന ഈ ട്രക്കിലേക്ക് വേറെ ഒരു ചെറിയ മെഷീൻ കൊണ്ടുവന്നിട്ട് മൊത്തം എടുത്തിട്ട് സക്ക് ചെയ്തിട്ട് ആ ലോറിയിലേക്ക് കറക്റ്റ് നിറച്ചുകൊണ്ടിരിക്കുക, ട്രക്കിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ വേറെ ട്രക്കുണ്ട്, ആ ട്രക്കിലേക്ക് അടിക്കും. അത്രയും ഫാസ്റ്റായിട്ട് അവർ റോഡിൻ്റെ സേഫ്റ്റി മനസ്സിലാക്കിയിട്ട് കണ്ടോ. അതിന് പുറകിൽ വേറെ 1-2 ട്രക്കുണ്ട്, അതിൻ്റെ പുറകിലുള്ള വേറെ ട്രക്കാണിത്. എത്ര സ്പീഡായിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം അവർ ഫുട്പാത്ത് കാര്യങ്ങൾ ക്ലിയർ ആക്കാനുള്ള ചെറിയ വണ്ടിയാണ്. ഇത് കഴിഞ്ഞ് ഇതിന് ശേഷം അവർ ഇതിൻ്റെ മുകളിൽ സോൾട്ട് വരെ ഇട്ടിട്ടുണ്ട്. എത്ര ഫാസ്റ്റാണെന്ന് പറയാം. നല്ല എന്താ പറയുക, നല്ല സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്നോ ഫോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർ സ്പെഷ്യലായിട്ട് പ്രൊവിൻഷ്യലാണെങ്കിലും സിറ്റിയിലാണെങ്കിലും അവർ മുനിസിപ്പാലിറ്റി ആണെങ്കിലും എവിടെയാണെങ്കിലും അവരതിനുള്ള ആളുകളെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അവർക്ക് ഓൾറെഡി ഈ ക്ലൈമറ്റ് കാര്യങ്ങൾ കൺട്രോൾ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞതിന് ശേഷം അവർക്ക് ഈ വാഹനങ്ങൾ എടുത്തിട്ട് പോയിട്ട് അവർക്ക് ഓരോരോ ടൗണിന് ഓരോരോ റോഡ് ഏരിയകൾ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് മീൻസ് ഒരു മൊത്തത്തിൽ ടീം വർക്കാണിത്. അവർക്ക് 4 hours വെച്ചിട്ട് ഷിഫ്റ്റ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഹൈവേ ഒക്കെ ആകുമ്പോൾ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് കൊടുക്കുന്നത്. പ്രൊവിൻഷ്യൽ ഏരിയ ആകുമ്പോൾ 5 കിലോമീറ്ററാണ് കൊടുക്കുന്നത്. ഈ 5 കിലോമീറ്റർ ചുറ്റളവ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ആളെങ്കിലും ഉണ്ട്. അപ്പം ഇത്രയും ഫാസ്റ്റും എഫിഷ്യൻറ്റും ആയിട്ട് വളരെ ക്ലിയർ ആയിട്ടാണ് ഇവർ റോഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ആക്ച്വലി കേരളത്തിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ പോലും മൊത്തം കാനഡയിലില്ല. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ കൺട്രികളിൽ 2ാം സ്ഥാനമാണ് കാനഡക്കുള്ളത്. എന്നിട്ടും അതായത് ഇത്രയും കുറഞ്ഞ ആൾക്കാരുണ്ടായിട്ട് പോലും ഇത്രയും വലിയൊരു രാജ്യം ഇവർ ഈ കുറഞ്ഞ ആൾക്കാർ ടാക്സ് വെച്ചിട്ട് ഇത്ര അടിപൊളിയായിട്ട് ഇവർ കൊണ്ടുനടക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു ചെറിയ കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനത്ത് അപ്പം ഇത്രയും ആൾക്കാരുണ്ടായിട്ട് പോലും ഈ ഒരു പോപ്പുലേഷന് ഇത്രയും ടാക്സ് ഉണ്ടായിട്ട് ഖജനാവ് കൊള്ളയടിക്കുക എന്നല്ലാതെ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ